ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്നാക്ക് ഐറ്റം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. നല്ല കനം കുറഞ്ഞ രീതിയിൽ വേണം നമുക്കിത് സ്ലൈസ് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത സ്ലൈസസ് ഒക്കെ വീണ്ടും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല നേരിയ സ്ട്രിപ്സ് ആയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഫോക്കോ സ്പൂണോ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങും മുട്ടയും മൈദയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മിക്സിംഗ് ഒന്ന് ശരിയാവാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ചൂടാക്കി എടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഓയിലോ നെയ്യോ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പം ഇത് മുറിഞ്ഞു പോകാൻ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കുറച്ചും കൂടി നേരം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടിയതാണെങ്കിൽ ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒട്ടും മുറിഞ്ഞു പോവില്ല. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മറിച്ചിട്ട ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു അപ്പത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും സ്നാക്കിനായിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ പുറംഭാഗത്തുള്ള പൊട്ടാറ്റോസൊക്കെ നല്ല ക്രഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.